ചേർത്തലയിലെ ബിന്ദു പത്മനാഭൻ തിരോധാന കേസിലെ മുഖ്യപ്രതി സെബാസ്റ്റ്യന്റെ വീട്ടിൽ നിന്നും അസ്ഥികൂടം കണ്ടെത്തി. വിശദമായ പരിശോധനകൾക്ക് ശേഷമേ അസ്ഥികൂടം ആരുടേതെന്ന് വ്യക്തമാകൂ. ചേർത്തലയിലെ ബിന്ദു പത്മനാഭൻ തിരോധാന കേസിലെ പ്രതി സെബാസ്റ്റ്യന്റെ വീട്ടിൽ നിന്നും അസ്ഥി കഷ്ണങ്ങൾ കണ്ടെത്തിയ അസ്ഥികൂടം ബിന്ദുവിൻ്റേതാണോ എന്ന് പരിശോധിക്കേണ്ടി വരും. വർഷങ്ങൾക്ക് മുമ്പ് ചേർത്തല ആലുങ്കൽ സ്വദേശിനി ബിന്ദു പത്മനാഭനെ കാണാതായ കേസിലെ പ്രധാന പ്രതിയായ പള്ളിപ്പുറം സ്വദേശി സെബാസ്റ്റ്യൻ കേസുമായി ബന്ധപ്പെട്ട അറസ്റ്റിലായിരുന്നു. സെബാസ്റ്റ്യന്റെ വീട്ടുവളപ്പിൽ നിന്നാണ് ഇപ്പോൾ മനുഷ്യന്റെ അസ്ഥി കഷ്ണങ്ങൾ കണ്ടെത്തിയത്. കേസ് അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് സംഘം സെബാസ്റ്റ്യന്റെ വീട്ടിലെത്തിയതോടെയാണ് വിവരം നാട്ടുകാർ അറിയുന്നത്. വീടിന് പിന്നിലെ ആളൊഴിഞ്ഞ സ്ഥലത്ത് ചപ്പുചവറുകൾ കൂട്ടിയിട്ടിട്ടുണ്ട്. ഇതിൽ നിന്നാണ് അസ്ഥി കഷ്ണങ്ങൾ കണ്ടെത്തിയത്. സെബാസ്റ്റ്യൻ ബിന്ദു പത്മനാഭൻ തിരോധാന കേസിലെ പ്രധാന പ്രതിയായതിനാൽ ബിന്ദുവിന്റെ അസ്ഥി കഷ്ണങ്ങളാകാമെന്നാണ് നാട്ടുകാരിൽ സംശയമുയരുന്നത്. ഇതിനിടെ കോട്ടയത്ത് നിന്നും കാണാതായ ജയനമ്മ എന്ന സ്ത്രീയുടെ അസ്ഥി കഷ്ണമാണെന്ന വാർത്തയും പുറത്തുവരുന്നുണ്ട്. കോട്ടയം ക്രൈംബ്രാഞ്ചിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് അന്വേഷണത്തിന് എത്തിയത്. കൂടുതൽ പരിശോധനകൾക്ക് ശേഷമേ അസ്ഥി അവശിഷ്ടങ്ങൾ ആരുടേതെന്ന് വ്യക്തമാകൂ.